യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ കാരുണ്യം, സ്നേഹം ഒക്കെ അനുഭവിക്കാൻ, ദൈവവചനത്തിലൂടെ അനുഭവിക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കുന്നതിന്, സഹായിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെയും ശ്രദ്ധയെയും തിരിക്കാം. ഒരുപാട് പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ, ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ചോദിച്ചവർ, അവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് മറന്നുപോയില്ല എന്ന് വിചാരിക്കുന്നു, നമ്മുടെ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം പറയുന്ന ഈ അൾത്താരയുടെ രണ്ട് വശത്തും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ, അവരുടെ നിയോഗങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും ഒരു മിനിറ്റ് അവരെ ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. ഈ മാസത്തിൻ്റെ ഓരോ ദിവസങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: വചനത്തിലെ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനത്തിലെ സത്യവും വചനത്തിലെ യാഥാർത്ഥ്യവും. ഞാനിങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടതിങ്ങനെയാണ്: ജീവിതമാകുന്ന പലഹാരത്തിന് സ്വാദുണ്ടാകുന്നത് ഉപ്പ് കലർന്ന കണ്ണുനീരുകൂടെ കലരുമ്പോഴാണല്ലോ എന്ന്. ഒരുപാട് പേരുടെ ജീവിതങ്ങൾ കണ്ണുനീരിലാണ്. കണ്ണുനീരിനും കടൽ വെള്ളത്തിനൊക്കെ ഒരേ രുചിയാണ്, ഉപ്പ് രസമുണ്ട്. ഉപ്പാണ് ഒരു ഭക്ഷണത്തിന് സ്വാദ് കൂട്ടുന്നത്. ജീവിതമാകുന്ന ഈ അപ്പം ചിലപ്പോൾ ആ അപ്പത്തിന് രുചി കൂട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില സങ്കടങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലും, അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ദുഃഖങ്ങളിലൂടെ ഭാഗമായ ആ കണ്ണുനീരിൻ്റെ ഉപ്പൊക്കെ ആയിരിക്കും ജീവിതമാകുന്ന പലഹാരത്തിന് സ്വാദും രുചിയും കൂട്ടുന്നത്. ബൈബിൾ ഒരു വാക്കുണ്ട്: എൻ്റെ സങ്കടങ്ങൾ എനിക്ക് ഉപകാരമായി. ഇന്ന് നോക്കുമ്പോൾ അത് വലിയ ഭാരമാണ്, ഭയങ്കര ടെൻഷനാണ്. എനിക്ക് മാത്രം എന്തുകൊണ്ടെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നാളുകളിൽ ആ സങ്കടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം അതൊക്കെ അനുഗ്രഹമായി എന്ന്, ഉപകാരമായി എന്ന്, നന്മയ്ക്ക് കാരണമായി എന്ന് പറയാനിടയാകുന്ന വിധത്തിൽ കർത്താവെ, ഞങ്ങൾ ഓരോ സങ്കടങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ഓരോ വേദനകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് കേൾക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. 8-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവുമാണ് വായിക്കേണ്ടത്. ഞാൻ പ്രാധാന്യത്തോടെ വായിക്കുന്നത് 8-ാമത്തെ വാക്യമാണ്. അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ ഭൃത്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 1/4 ശെക്കൽ വെള്ളിയുണ്ട്, അത് ഞാൻ അവന് കൊടുക്കാം. നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞു തരും. പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഒരു ദീർഘദർശിയുടെ, പ്രവാചകൻ്റെ അടുത്ത് ദൈവഹിതം ആരായാൻ, നഷ്ടപ്പെട്ട കഴുതകളെ കണ്ടുകിട്ടാൻ അന്വേഷിച്ച് പോകുമ്പം അവർ പരസ്പരം ചോദിക്കുക, പ്രവാചകൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, നമ്മൾ എന്തേലും ഒന്ന് കൊടുക്കണ്ടേ, വെറും കൈയോടെ എങ്ങനെയാണ് പോവുക, എന്തേലും കൊടുക്കണ്ടേ. അപ്പോൾ പറയുവാണ്, എൻ്റെ കയ്യിൽ 1/4 ശെക്കൽ വെള്ളിയുണ്ട്, നമുക്കത് അവന് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കൊടുത്തത് നഷ്ടമായില്ല, ഇങ്ങനെ കൊടുത്തത് ഒരു ഉപകാരമില്ലാതായല്ലോ എന്ന് പറയേണ്ടി വന്നില്ല. ഇതിനകത്തൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൊടുത്തത് കയ്യിലുള്ളതാണ്. നമ്മൾ കയ്യിലുള്ള പണം, സ്വർണം എല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിക്കാനല്ല നിൽക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളതുണ്ട്, നമ്മുടെ സമയം.
അത് നമ്മൾ കൊടുക്കുന്ന സമയമാണിത്. നമ്മുടെ സമയം മറ്റൊന്നിനും പോകാതെ ദൈവത്തിന് വേണ്ടി ദൈവവചനം കേൾക്കാൻ കൊടുക്കുന്ന സമയമാണിത്. അതൊരിക്കലും നഷ്ടമാകത്തില്ല. നമ്മൾ പറയില്ല, എനിക്ക് ഭയങ്കര തിരക്കാണ്, സമയമില്ല. നമുക്ക് കാൽശക്കൽ വെള്ളിയൊന്നും കൊടുക്കാനില്ലെങ്കിലും, സ്വർണമോ പണമോ വലിയ തുകയോ ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലേലും ഭാരപ്പെടേണ്ട. 10 മിനിറ്റെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ സമയമുണ്ട് നമ്മുടെ കയ്യിൽ. കുറച്ച് സമയം മാറ്റിവെക്ക്, കുറച്ച് സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക. അത് നിനക്ക് നഷ്ടമാകുകയില്ല, അത് ഉപകാരമായി വരും. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഇത് മുഴുവൻ പ്രസംഗിക്കാൻ സമയമില്ല. അവർ കൊടുത്തത് സ്വർണ്ണമല്ല വെള്ളിയാണെങ്കിൽ, 1/4 ശെക്കൽ വെള്ളിയാണെങ്കിൽ, അതൊരിക്കലും കൊടുത്തത് നഷ്ടത്തിനോ നിരാശയ്ക്കോ കാരണമായില്ല. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിലിരിക്കുമല്ലേ, നമ്മൾ പറയും 10 മിനിറ്റ് പോലും മാറ്റിവെക്കാനില്ല, 5 മിനിറ്റ് പോലും, തിരക്കാണ് എനിക്ക് എല്ലാ കാര്യവും. ഇല്ല, ചില സമയം നല്ല മനസ്സോടെ 5-10 മിനിറ്റ് മാറ്റിവെക്കുക. അത് കണക്ക് കൂട്ടുമ്പോൾ, ഇന്നല്ല നാളുകളിൽ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ, ആ കൊടുത്ത സമയം നഷ്ടമായി എന്ന് പറയാനിട വരില്ല. ആ പ്രാർത്ഥിച്ച സമയം, ആരാധിച്ച സമയം ഉപകാരമായില്ല, വേണ്ടായിരുന്നു, എന്തിന്, അങ്ങനൊന്നും പറയേണ്ടി വരില്ല. അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം തിരിച്ചു കൊടുത്തുവെന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. നഷ്ടപ്പെട്ട കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് 20-ാമത്തെ വാക്യം, 9-ാം അധ്യായം 20-ാമത്തെ വാക്യം. 3 ദിവസം മുമ്പ് കാണാതായ കഴുതകളെക്കുറിച്ച് ആകുല ചിത്തനാകേണ്ട, അവയെ കണ്ടു കിട്ടിയിരിക്കുന്നു എഴുതിയിട്ടുണ്ട്. ആകുല ചിത്തനാകണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സന്തോഷം നഷ്ടപ്പെട്ടവരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബജീവിതം നഷ്ടപ്പെട്ടവരുണ്ട്, ശുശ്രൂഷ നഷ്ടപ്പെട്ടവരുണ്ട്, ലഭിച്ച അനുഗ്രഹം നഷ്ടപ്പെട്ടവരുണ്ട്, അഭിഷേകം നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ചിലതൊക്കെ നഷ്ടമായി. ഇപ്പോൾ നിൻ്റെ കയ്യിൽ കൊടുക്കാൻ എന്താ ഉള്ളത്? കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പൈസയൊന്നുമില്ലല്ലോ. പൈസയല്ല ചോദിച്ചത്, നിനക്ക് ദൈവത്തിന് ആരാധന കൊടുക്കാൻ പറ്റുമോ? ദൈവത്തോട് വിശ്വാസം, നിനക്ക് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയത്വവും കൊടുക്കാൻ പറ്റുമോ? ദൈവത്തോടുള്ള ആ ബന്ധം നിനക്ക് കൊടുക്കാൻ പറ്റുമോ? സമയം കൊടുക്കാൻ പറ്റുമോ? കുറച്ച് സമയം ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റുമോ? നഷ്ടമായത് എന്തുവാകട്ടെ, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടിയാൽ അത് എന്നേക്കുമായി പോയതാന്നൊക്കെ തോന്നിയതാണേലും, ഇങ്ങനെയൊക്കെ ഇവർക്കും തോന്നിയായിരുന്നു. പിന്നെ വെറുതെ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ എങ്ങനെ ശരിയാവും? പക്ഷെ എഴുതിയിട്ടുണ്ട്, നഷ്ടപ്പെട്ടത് കണ്ടു കിട്ടിയിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടത് എന്തുമാകട്ടെ, ജീവിതവുമായി ബന്ധപ്പെട്ടൊന്നാകാം, കൃഷിയുമായി ബന്ധപ്പെട്ടൊന്നാകാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊന്നാകാം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊന്നാകാം, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊന്നാകാം. അത് നിനക്ക് തിരിച്ചു കിട്ടാൻ ഇടവരും, തിരിച്ചു തരാൻ ദൈവം ഇടവരുത്തും. നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഈ സമയത്തൊരു പ്രത്യേകതയുണ്ട്. ചിലർ പറയും, ഞാനിനി ഒരു പ്രാർത്ഥിക്കാനുമില്ല, ഞാൻ ആരാധിക്കാനുമില്ല, ഞാനൊരു വചനം കേൾക്കാനുമില്ല, ഞാനൊന്നിനും ഇനി എല്ലാത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. അത് കറക്റ്റായൊരു നിലപാടല്ല. അത് നിനക്ക് വേദന സമ്മാനിക്കുകയുള്ളൂ. ചില നഷ്ടങ്ങളും ചില വേദനകളും വരുമ്പോൾ അത് തിരിച്ചു നേടാൻ, അത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കേണ്ടി വരും. നമ്മുടെ സമയം കൊടുക്കേണ്ടി വരും, നമ്മുടെ പ്രാർത്ഥന കൊടുക്കേണ്ടി വരും, നമ്മുടെ ആരാധന കൊടുക്കേണ്ടി വരും. കൊടുത്തത് നഷ്ടമായില്ല, കൊടുത്തത് ഉപകാരമാകാതിരുന്നില്ല, കൊടുത്ത സമയം നഷ്ടക്കച്ചവടമാണെന്ന് പറയേണ്ടി വന്നില്ല. നിങ്ങൾ കൊടുക്കുന്ന ഈ സമയം അനുഗ്രഹത്തിൻ്റെ സമയമായി മാറും. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവവചനം കേൾക്കാൻ പ്രാർത്ഥനയോടെ ചിലവഴിക്കുന്ന ഈ സമയം ഒരിക്കലും ഒരു കാരണത്താലും നഷ്ടമാകത്തില്ല. നിങ്ങൾ കുഞ്ഞുങ്ങളാകാം, യുവതിയുവാക്കളാകാം, മാതാപിതാക്കളാകാം, ആരുമാകട്ടെ, നിങ്ങൾ ദൈവസന്നദ്ധിയിൽ ചിലവഴിച്ച ഈ സമയം, കൊടുത്ത സമയം, ആ വാക്കിന് വിലയുണ്ട്, കൊടുത്ത സമയം. പലർക്കും കൊടുക്കാനാണ്, എനിക്ക് സമയമില്ല, ഞാൻ പിന്നെ ഒരു ദിവസം ആയിക്കോളാം. ഇല്ല, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം, വചനം വായിക്കേണ്ട സമയത്ത് വചനം വായിക്കണം. അതെല്ലാം നല്ല ഒരു അനുഗ്രഹത്തിന് തറക്കല്ലിടുന്നതിന് തുല്യമാണ്.
മനസ്സിലായോ? നമ്മളൊരു പ്രാർത്ഥന കേൾക്കുന്നത്, വചനം കേൾക്കുന്നത്, ആരാധിക്കുന്നത്, അനുഗ്രഹമുള്ളൊരു സ്ഥലത്ത് പോയി കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നത് എന്തിനു തുല്യമാണെന്നറിയോ? വലിയ ബിൽഡിങ്ങൊക്കെ തുടങ്ങാൻ തറക്കല്ലിടുന്ന കർമ്മം കണ്ടിട്ടില്ലേ? അതുപോലെ ചില അനുഗ്രഹങ്ങൾക്ക് ജീവിതത്തിൽ തറക്കല്ലിടുന്ന സമയമാണ്. ചില നന്മകൾക്ക് തറക്കല്ലിടുകയാണ് അവിടെ. ഇനി അതേലാണ് പണികൾ തുടങ്ങുന്നത്. നന്മയുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചൊവ്വാഴ്ച ദിവസം ശ്രദ്ധിക്കുക. ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ്, വെള്ളിയാഴ്ചയാണ് 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം പേര് പറഞ്ഞ് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദിവസം. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രസക്ത ഭാഗങ്ങളുണ്ട്. നിങ്ങൾ സാധ്യമെങ്കിൽ ആ സമയം മാറ്റിവെച്ച് വൈകുന്നേരം ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. പ്രിയരെ, ഇന്ന് നമ്മൾ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ്. ഇന്ന് തൊട്ട് ഈ മാസത്തിൻ്റെ അവസാനത്തെ 10 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കും. സാധ്യമായിടത്തോളം പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈ 3-ാം വർഷത്തെ നിയോഗ പ്രാർത്ഥന നടക്കുന്നത്. നമുക്കത് അനുഗ്രഹമായിട്ട് മാറും. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ ആശീർവാദ സമയത്ത് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഇന്ന് അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ 2ാമത്തെ ഗ്രൂപ്പുകാരുടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയെ, അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവരെയും ഇന്നു മുതൽ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നയിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ശരീരത്തിൻ്റെ അകവും പുറവും സൂക്ഷിക്കട്ടെ. നല്ല ജീവിതം ദൈവം നിനക്ക് ഒരുക്കി തരട്ടെ. നന്ദിയുള്ളൊരു മനസ്സോടെ ഇരുന്നേ. ദൈവം എനിക്ക് നൽകിയതിന് നന്ദി, എന്നെ വളർത്തുന്നതിന് നന്ദി, എന്നെ പരിപാലിക്കുന്നതിന് നന്ദി. എല്ലാം നിൻ്റെ കൃപയാലാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ദൈവം കൈപിടിച്ചു നടത്തും. നിങ്ങളുടെ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റും. ദൈവം അത്ഭുതങ്ങളെ നിങ്ങളിൽ ചെയ്യാൻ തുടങ്ങും. ചില അനുഗ്രഹങ്ങളുടെ തറക്കല്ലിടുന്ന ദിവസമാകട്ടെ. ചില സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ, പുതിയ തുടക്കങ്ങളുടെ തറക്കല്ലിടുന്ന ദിവസമാകട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന സമയം സാധ്യമായ എല്ലാവർക്കും ഈ വചനത്തെ അയച്ചു കൊടുക്കാൻ കൃപയുണ്ടാകട്ടെ. ഈ വചനം അനേകർ കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. നിങ്ങൾ കൊടുത്ത സമയം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് നിമിത്തമായി മാറും. നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് നഷ്ടമായിരുന്നോ വേണ്ടായിരുന്നുവെന്നോ തോന്നാൻ ഇടവരില്ല. പ്രാർത്ഥിച്ച് ഈ 10 മിനിറ്റ് സമയം എന്തെങ്കിലും അല്ല കേട്ടത്, അർത്ഥവത്തായ ഒരു കാര്യമാണ് കേട്ടത്. അത് ജീവിതത്തിനും അർത്ഥം കൊണ്ടുവരും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം, സർവാധിപനായ സർവശക്തനായ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെ നിങ്ങളെ പരിപാലിക്കട്ടെ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.